ഓം നമഃ ശിവായ. പ്രിയപ്പെട്ടവരെ, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ഒരു കാലമാണ്. നമ്മൾ പണ്ട് കാലത്ത് പഞ്ഞ കർക്കിടകം എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇന്ന് നമ്മൾ രാമായണത്തിൻ്റെ പുണ്യമാർന്ന മാസം എന്നാണ് പറയുന്നത്. ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കാലയളവായിട്ട് ഇതിനെ കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഈ കർക്കിടക മാസത്തിൽ ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ ക്ഷേമത്തിനും അദ്ദേഹത്തിൻ്റെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സർവോപരി രക്ഷ ചെയ്യുന്നതിനുമായിട്ടുള്ള ചില കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല, സാമാന്യമായിട്ട് വീട്ടിൽ വെച്ചും ക്ഷേത്രത്തിൽ വെച്ചും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ പങ്കാളികൾ തമ്മിലുള്ള ബന്ധം നന്നായിട്ട് പോകാനും അവർ തമ്മിലുള്ള ഒരുമ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനൊക്കെ ഈ പദ്ധതികൾ പണ്ട് മുതൽക്കേ സ്ത്രീകൾ ചെയ്തു വരുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ദശപുഷ്പം ചൂടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു കാര്യം ഇന്ന് പലർക്കും അറിയാം. അതിലപ്പുറം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പലരും ഇന്ന് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതിൽ അറിയാം. ഇവിടെ നമുക്ക് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമ്മമാർ മകന് വേണ്ടി ചെയ്യണമെന്ന് ചിലപ്പം തോന്നും. മകനൊരു ഭർത്താവാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. സഹോദരിക്ക് സഹോദരന് വേണ്ടി ചെയ്യുന്ന കാര്യമില്ല. ഇവിടെ ഭാര്യ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങൾ ഭർത്താവിന് വേണ്ടി ചെയ്യണമെന്നുള്ളതാണ് വിധി. അപ്രകാരമാണത് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും കർക്കിടക മാസത്തിൽ കുങ്കുമം തൊടുക നെറുകയിൽ. ചില കാരണങ്ങളാൽ ചില സ്ത്രീകളൊക്കെ നെറ്റിയിൽ കുങ്കുമം തൊടാതെ അടക്കും. പക്ഷെ കർക്കിടക മാസത്തിൽ കുങ്കുമം സീമന്തത്തിൽ തൊടണമെന്ന് നിർബന്ധമാണ്. അവിടുന്ന് ആചാരങ്ങൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പം അത് പാലിച്ചുകൊണ്ട് മറ്റുള്ള നിയമങ്ങളും കൂടെ പാലിച്ചുകൊണ്ട് ആ ദാമ്പത്യ ജീവിതത്തിലെ ആ ദൃഢത മുന്നോട്ട് പോകാനും അവരുടെ ദീർഘമാംഗല്യം സിദ്ധിച്ചെടുക്കാനും ഇത് വളരെ ഗുണപരമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ടും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും വേറെ കണ്ടന്റുകൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് മൂല്യമായിട്ട് തോന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ഒരു തരിയെങ്കിലും സ്നേഹം കൂടുതലുണ്ടെങ്കിൽ നിങ്ങളിത് അനുസരിക്കുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഭദ്രമാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമസ്കാരം. ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ച നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യ മുൻകൈ എടുക്കുമ്പോൾ കർക്കിടക മാസത്തിൽ അവർ ഞായറാഴ്ചകൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കണം. ഞായറാഴ്ച ദിവസം ആദിത്യ പൊങ്കാല എന്ന് പറയുന്നൊരു പൊങ്കാലയുണ്ട്. കഴിയുന്ന ഞായറാഴ്ചകളിലെല്ലാം ആദിത്യ പൊങ്കാല ഇടുക. സൂര്യ ഉദിക്കണതിന് മുമ്പ് പൊങ്കാല ഇടണം. സൂര്യ ഉദിച്ചു വരുമ്പോൾ നേദിക്കണം എന്നുള്ളതാണ് വിധി. സൂര്യ ഉദിക്കണതിന് മുമ്പ് പൊങ്കാല ഇട്ട് തുടങ്ങണം. സൂര്യോദയ സമയത്ത് നേദിക്കണം. അങ്ങനെയുള്ള പൊങ്കാലയാണ് ആദിത്യ പൊങ്കാല എന്ന് പറയുന്നത്. ചിലപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും നടത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ആർത്തവ സംബന്ധമായ കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് എല്ലാ തവണയും കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ കഴിയുന്ന എല്ലാ ഞായറാഴ്ചകളിലും ഇത് ചെയ്യുക എന്നുള്ളതാണ്. 2 മൃത്യുഞ്ജയ അർച്ചനയാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ ഭർത്താവിന് വേണ്ടിയിട്ട് മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിച്ചിരിക്കണം. കർക്കിടക മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചകളിലും ഇത് ചെയ്യണമെന്നുള്ളതാണ്. രാവിലെ സമയത്ത് ഇത് ചെയ്യുന്നതാണ് ഏറെ ഉത്തമം. രാവിലെ കഴിയാത്തവർക്ക് വൈകുന്നേരവും ഇത് ചെയ്യാം എന്നുണ്ട്. ഒപ്പം തന്നെ ജലധാര, പിൻവിളക്ക്, അങ്ങനെ യഥേഷ്ടം നിങ്ങൾക്ക് വേറെ വഴിപാടുകൾ ചെയ്യാമെങ്കിൽ അതാവാം. പക്ഷേ ഈ തിങ്കളാഴ്ച ദിവസം ഒരു മൃത്യുഞ്ജയ അർച്ചന ചെയ്യാൻ വിട്ടുപോകരുത്. പിന്നെ ഐകമദ്യ സൂക്ത പുഷ്പാഞ്ജലിയാണ്. ഇത് ശിവക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കല്യാണം നടന്ന ഡേറ്റ് ഉണ്ടല്ലോ, മലയാള മാസത്തിലെ ഡേറ്റ് ഉണ്ടാകും. ഇപ്പം 15 16 17 അങ്ങനെ മലയാള മാസത്തിലെ ഡേറ്റ് വരുന്ന ദിവസം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരും നാളും ഒറ്റ റെസിപ്റ്റിൽ എഴുതി ഐകമദ്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ മാത്രം പോരാ, പ്രസാദം മേടിച്ച് ഭാര്യ ഭർത്താക്കന്മാർ നെറ്റിയിൽ തൊടുന്നത് ഏറെ ഗുണകരമാണ്. 2 പേരും ചേർന്ന് ക്ഷേത്ര നടയിൽ ചെന്ന് ഇത് കഴിപ്പിക്കാമെങ്കിൽ ഏറെ ഗുണകരം എന്ന് പറയാം. പിന്നെ കഴിഞ്ഞില്ലെങ്കിൽ ഒരാൾ, ഇനി അതും കഴിഞ്ഞില്ല, ഇപ്പം വിദേശത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നാട്ടിൽ വിളിച്ച് പറഞ്ഞെങ്കിൽ അത് ചെയ്യിക്കുന്നത് നന്നായിരിക്കും. 4-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ദിവസം
ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്തെങ്കിലും കാര്യം എടുത്ത് ഉറുമ്പിന് ഇട്ട് കൊടുത്താൽ പോരാ. അരി വറുത്തിട്ട്, ചെറുതായിട്ട് അരി വറുത്തിട്ട് അതിൽ എള്ള് ചേർത്ത് വീട്ടിന് പുറത്ത് ഉറുമ്പ് കൂടുന്ന ഏതെങ്കിലും ഭാഗത്ത് കുറച്ചും ഇട്ടോട് ഒരു പിടിക്കും മതി, അത് അങ്ങനെ കൊടുക്കണമെന്നൊരു വിധിയുണ്ട്. ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അതായത് ഇപ്പം ഉറുമ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്. നമ്മൾക്ക് കുറേ ജീവനൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അവിടെ സൂചന. ഉറുമ്പുകളാകുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേർക്കൊക്കെ ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വന്നേക്കാം. അപ്പോൾ ഒരുപാട് ജീവനുകൾക്ക് അന്നം കൊടുത്തതിൻ്റെ പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും കേട്ടോ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കർക്കിടക വാവിന് കാക്കകൾക്ക് ആഹാരം എന്നുള്ളതാണ്. കർക്കിടക മാസത്തിലെ വാവിൻ്റെ പ്രാധാന്യം എല്ലാം ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പല വീഡിയോകളിലായിട്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നുള്ള കാര്യം തന്നെയാണ്. ആ ദിവസം ചിലപ്പോൾ ചില ഗൃഹങ്ങളിൽ ബലി ഇട്ടില്ല എന്ന് വന്നേക്കാം. ഹൈന്ദവരിലെ ബഹുഭൂരിപക്ഷം പേരും ബലി ഇടുന്നതാണ്. എന്നാൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ബലി ഇട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾ അന്ന് ഒരല്പം ചോറ് കർക്കിടക വാവിൻ്റെ അന്ന് നമ്മളെ കാക്കകൾക്കായിട്ട് കൊടുക്കണമെന്നാണ്. പിതൃപ്രീതികരമാണ്, അത് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. പച്ചരിയിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ട, നിങ്ങൾ കഴിക്കുന്ന ചമ്പാവരി ചോറായാലും അത് ഒരു ഇലയിലിട്ട് അങ്ങ് വച്ചേക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, കൈകൊട്ടി വിളിക്കുക, അങ്ങനെയുള്ള കാര്യമൊന്നും വേണ്ട. അത് പുറത്തേക്ക് കൊടുക്കുക എന്നത്, കാക്കകൾക്ക് ചോറ് കൊടുക്കുന്നത് അന്ന് നല്ല കാര്യമാണ്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ അരയാൽ പ്രദക്ഷിണം നടത്തണമെന്നുള്ളതാണ്. വിഷ്ണു ക്ഷേത്രത്തിലെയോ ശിവക്ഷേത്രത്തിലോ ഉള്ള അരയാലിന് 7 പ്രദക്ഷിണം ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിലെ അരയാൽ പ്രദക്ഷിണം നടത്തുന്നത് വ്യാഴാഴ്ച ദിവസവും, ശിവക്ഷേത്രത്തിലാണ് നിങ്ങൾ അരയാൽ പ്രദക്ഷിണം നടത്തുന്നതെങ്കിൽ അത് പ്രദോഷ ദിവസം ആകണമെന്നാണ്. ഇങ്ങനെ ഈ 6 കാര്യങ്ങൾ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യാമെങ്കിൽ ഭർത്താവിനെ ബാധിക്കുന്ന പല ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നല്ല ഉയർച്ചകൾ വരാനും ഇത് ഗുണപരമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ഇത്രയും കാലയളവിൽ നിങ്ങൾ ഇതിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എന്നാൽ എല്ലാ കാര്യമൊന്നും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി തൊട്ടെങ്കിലും ഇക്കാര്യങ്ങൾ ചെയ്യുക. ഹൈന്ദവ ജീവിത വൃത്തിയിൽ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അറിവില്ലായ്മ കൊണ്ട് പലരും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇത്തവണ അതിൻ്റെ മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇത് ചെയ്യുവാനുള്ള കഴിവ് ജഗദീശ്വരൻ സമ്മാനിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.